അഹ്ലുബൈത്ത് എന്നത് മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് രക്ഷപ്പെടാനുള്ള കപ്പലാണ്. ആ കാര്യം പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അഹ്ലുബൈത്തി കസഫീനത്തി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ് എൻ്റെ കുടുംബം. ഫമൻ റക്കിബഹാ ഫഖദ് നജാ. ആ കപ്പലിൽ ആരെല്ലാമാണോ കയറുന്നത് അവരെല്ലാം വിജയിക്കും, രക്ഷപ്പെടും. ആ കപ്പലിൽ കയറാൻ വിമ്മിഷ്ടം കാണിക്കുന്നവർ അവരെല്ലാം ആഴക്കടലിൽ മുങ്ങി മരിച്ചു പോകും. 23 വർഷക്കാലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം നടത്തിയത്. ആ 23 വർഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ സന്ദേശങ്ങളും ലോകത്തോട് ഒന്നും ബാക്കി വെക്കാതെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ആ പ്രബോധന വഴിയിൽ കല്ലേറുകൊണ്ടു പല ആക്രമങ്ങളും സഹിക്കേണ്ടി വന്നു. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് അവിടുന്ന് പാത്രമാകേണ്ടി വന്നു. എന്നാൽ എല്ലാം ത്യജിച്ചും സഹിച്ചും നമുക്ക് ഇസ്ലാം മതം എത്തിച്ചു തന്നതിൻ്റെ പിന്നിൽ ഒരു പ്രത്യുപകാരവും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. ഒരേ ഒരു കാര്യം നമ്മളോട് അവിടുന്ന് ആവശ്യപ്പെടുന്നു. ഇന്നും പരിശുദ്ധ ഖുർആൻ അത് നമ്മോട് വിളിച്ചു പറയുന്നു. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങൾ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം, അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപനം നടത്തിയത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, എലത്തൂരിലെ റാത്തീബ് ഖാനയുടെ മുറ്റത്ത് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത് ഹബീബായ പേരക്കിടാങ്ങളോടുള്ള സ്നേഹം പുതുക്കാനാണ്. ആ അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സലാമത്ത് നേടാനാണ്. ആമുഖം ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആലിമു ഖുറൈശിന് യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകത്ത് മുഴുവനും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമ് വ്യാപിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രവചനം നടത്തിയതാണെന്ന് പണ്ഡിതന്മാരെ അഭിപ്രായം പറഞ്ഞ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങന്മാരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഭരണാധികാരിയായിരുന്നു. ആ സമയത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങന്മാരെ ബഹുമാനം പറയാൻ മുമ്പോട്ട് വന്നത്. ക്രൂരനായ അക്രമകാരിയായ രാജാവിനെ ഭയന്ന് അഹ്ലുബൈത്തിൻ്റെ ബഹുമാനം പറയാതെ നിന്നില്ല. ആലുന്നബിയ്യി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം ഉഅ്തഗദൻ ബിയദിൽ യമീനി സഹീഫതി. തങ്ങന്മാര് ചില്ലറക്കാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാകുന്ന അഹ്ലുബൈത്ത് അവർ ചെറുതായവരല്ല.
അവരെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ആഖിറം രക്ഷപ്പെടാൻ നിദാനമാണ്. അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുന്നതിലൂടെ, തങ്ങന്മാരെ സ്നേഹിക്കുന്നതിലൂടെ നാളെ മഹ്ശറ വൻസഭയിൽ കിതാബ് വിതരണം ചെയ്യുമ്പോൾ എൻ്റെ വലത്തെ കയ്യിൽ എൻ്റെ കിതാബ് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? 7-ാം വയസ്സിലും 10-ാം വയസ്സിലുമായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. ലക്ഷക്കണക്കിന് ഹദീസ് ഹൃദ്യസ്ഥമാക്കിയവരാണ്. ലോകതലത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ അനുധാവനം ചെയ്യുന്ന മദ്ഹബിൻ്റെ ഇമാമാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങന്മാരെ ബഹുമാനം പറയുകയാണ്. അല്ലാഹുവേ, ചെറിയ ആയുസ്സുകാലമാണ് ഞങ്ങൾക്ക് ദുനിയാവിലുള്ളത്. ആഖിറത്തിൽ വരാനുള്ളത് ഒടുക്കമില്ലാത്ത എന്നെന്നും ശാശ്വതമായി ജീവിക്കാനുള്ള ജീവിതമാണ്. ഈ ദുനിയാവിലെ ചുരുങ്ങിയ കാലം ഞങ്ങൾക്ക് നിന്റെ ഹബീബായ തങ്ങളെയും അവിടുത്തെ മക്കളാകുന്ന തങ്ങന്മാരെയും സ്നേഹിക്കണം, അവരെ പ്രിയം വെക്കണം, അവരെ മഹത്വം പറയണം. അവർ നമുക്ക് കാണിച്ചു തരുന്ന നേരായ വഴിയിൽ സഞ്ചരിക്കണം. നാളെ ആഖിറത്തിൽ അവരെ കൂടെ അവരെ ഖാദിമീങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം. അതിന് ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. കുറച്ച് ഡിലേ ഉണ്ടോ മോനെ? എല്ലാവരും നല്ല ഇഖ്ലാസോടെ വയല് കേട്ടാൽ ഞാൻ നല്ല വയല് പറഞ്ഞുതരും. മുന്നിലിരിക്കുന്ന ആളുകളുടെ മുഖഭാവം അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. എത്രത്തോളം സ്വീകരിക്കാൻ ആളുണ്ടോ അത്ര കണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയുക. നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞല്ലോ, താജുൽ ഔലിയ തങ്ങളുടെ ഉറൂസിന് കവരത്തിയിൽ ചെന്നാൽ അവിടെ ഒരുപാട് ആളുകൾ മുന്നിലിങ്ങനെ നിശബ്ദരായി വളരെ ആദരവോടെ ബഹുമാനത്തോടെ വഅദ് കേൾക്കാൻ ഇരുന്നു തരും. അപ്പം അവരോട് നല്ലോണം വഅദ് പറയാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ തന്നെയാണ് എലത്തൂരിലും വന്നാൽ വഅദ് പറയാറുള്ളത്. ഇനിയും ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നിലുള്ള ഒരു ചെയറും കാലിയായി കിടക്കാതെ കയറിയിരിക്കണം എല്ലാവരും. എന്നാൽ ശേഷം വരുന്നവർക്ക് ബാക്കിലെ ചെയറിൽ ഇങ്ങനെ ഇരിക്കാം. മറ്റൊരു കാര്യം, എപ്പോൾ എഴുന്നേൽക്കുന്നോ അപ്പോൾ നമ്മുടെ ചെയർ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യാവസാനം എല്ലാവരും നല്ല ഇഖ്ലാസിൽ പങ്കെടുക്കുക. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. 2 കാര്യം നിർബന്ധമാണ്. ഒന്ന്, അലക്ഷ്യമായി സദസ്സിലിരിക്കരുത്. രണ്ടാമത്തേത്, ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോവുകയും ചെയ്യരുത്. ഇത് രണ്ടും എപ്പോൾ സംഭവിക്കുന്നോ അപ്പോൾ വഅദിനത് സാരമായി ബാധിക്കും. അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഈ മജ്ലിസിനെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, ആ മക്കൾ ഇന്ന് ലോകത്തെവിടെയെല്ലാമാണ് ജീവിച്ചിരിപ്പുള്ളത്. ആ മക്കളുടെ സമീപത്ത് ധാരാളം ജനങ്ങൾ ഓടിയെത്തുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്.
ആ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയ ഒരു തങ്ങളാണെങ്കിലും ശരി, നാം സയ്യിദാണെന്നറിഞ്ഞാൽ പ്രായം 70 കഴിഞ്ഞ അല്ലെങ്കിൽ 80 പിന്നിട്ട പ്രായമുള്ള ബാപ്പ എഴുന്നേറ്റു നിൽക്കുകയാണ്. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങന്മാർക്ക് അവരുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും ആ മക്കളെ നീ എന്ന് വിളിക്കാൻ പറ്റൂല. സ്വന്തം നുത്ഫത്തിൽ നിന്ന് പിറന്ന മോനാണ്, മോളാണ്, കാര്യം ശരിയാണ്. പക്ഷേ ഈ കുഞ്ഞന് അത് ലോകത്തിൻ്റെ നേതാവിൻ്റെ കുഞ്ഞനാണ്. അതുകൊണ്ട് തങ്ങന്മാര് അവരുടെ ചെറിയ പൈതങ്ങളായ മക്കളെപ്പോലും നിങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അവര് അങ്ങനെ തന്നെയാണ് പറയാറുള്ളൂ. കാരണം ഈ ഇരിക്കുന്ന സയ്യിദന്മാരെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് മദീന മുനവ്വറയിൽ നമ്മെ നോക്കി വിശ്രമിക്കുന്ന റഹ്മത്തായ തങ്ങളുടെ ശരീരത്തിലുള്ള രക്തമാണ് കേട്ടോ. തങ്ങന്മാരെ ആദരിച്ചേ പറ്റൂ. ആ തങ്ങന്മാരിൽ ഒരുപക്ഷെ അബദ്ധങ്ങൾ പിണഞ്ഞാലും ആ തങ്ങന്മാരെ പരസ്യമായി ആക്ഷേപിക്കാൻ പറ്റുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. സുബ്ഹാനല്ലാഹ്, ഒരു വഴിയിൽ യാത്ര ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരനായ തങ്ങളെ കണ്ടു. തങ്ങളെന്ന് തോന്നുന്നില്ല. ആ തങ്ങളുടെ പെരുമാറ്റത്തിൽ ചില വൃത്തികേട് കണ്ടു, ചില വികൃതികൾ നേരിട്ട് ബോധ്യമായി. ഉടനെ ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ റസൂലുള്ളാന്റെ മോനല്ലേ? നിങ്ങൾ തങ്ങളല്ലേ? നിങ്ങൾ ജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടവരല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ആളുകൾ കേൾക്കുന്ന വിധത്തിലാണ് പറഞ്ഞു പോയത്. ആ ചെറുപ്പക്കാരനായ തങ്ങൾക്ക് ദേഷ്യം വന്നുപോയി. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വളരെ വേദനയോടെ തിരിച്ചുപോയി. അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുപോയി. അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ആളുകൾക്കിടയിൽ നിന്ന് എൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെ അവഹേളിച്ചത്? ആ മോനെ തെറ്റ് ചെയ്യുന്ന ആളാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ശൈലിയിൽ ഉപദേശിച്ചത് ശരിയായില്ല. അവര് എൻ്റെ പേരക്കുട്ടിയല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നേരം വെളുത്ത് അതാ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്നിറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരനായ തങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെന്നു നിൽക്കുകയാണ്. എപ്പോഴാണ് കതക് തുറക്കുന്നതെന്നറിയില്ല. എപ്പോൾ കതക് തുറന്നാലും എത്ര സമയം വൈകിയാലും ശരി, റസൂലുള്ളാന്റെ മോന്റെ പൊരുത്തം വാങ്ങാതെ ഞാൻ തിരിച്ചു പോകൂല. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനായ തങ്ങളെ കതക് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്.
ഡ്രസ്സ് മാറ്റിയിട്ട് ഇറങ്ങുകയാണ്, പുറപ്പെടുകയാണ്. വീട്ടുമുറ്റത്ത് ഇബ്നു മുബാറക് തങ്ങളെ കാണുകയാണ്. ഓടിച്ചെന്ന് കൈകൊടുത്ത് ആലിംഗനം ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ ഉപ്പാപ്പയാകുന്ന മുത്തുനബി കടന്നു വന്നു. എന്നോട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ നല്ല ആലിമല്ലേ, വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഗുരുനാഥനല്ലേ, ആലിമീങ്ങൾ പറഞ്ഞാൽ അനുസരിക്കേണ്ടതല്ലേ, മോനെ ആലിമീങ്ങളെ ചീത്ത പറയരുതേ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്, നിങ്ങൾ എനിക്ക് മാപ്പു തരണേ. മോനെ, നിങ്ങൾക്ക് ഞാൻ മാപ്പു തന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ ഉപ്പാപ്പയെ ഞാനും കിനാവ് കണ്ടു. നിങ്ങളെ ഉപദേശിച്ചത് നിങ്ങളെ അഭിമാനം പിച്ചിച്ച് നിന്ന രീതിയിലായിപ്പോയി. അത് തങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. എൻ്റെ ആഖിബത്ത് രക്ഷപ്പെടാൻ ഈ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾക്ക് പൊരുത്തപ്പെടണേ തങ്ങളെ. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഗർഫൻ മിനൽ ബഹരി ഔ റസ്ഫൻ മിനൽ ദിയമി. ചൊല്ല മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ.